ഹായ് ഗായ്സ്, അപ്പം ഇന്ന് നമ്മൾ കാശിയിൽ വന്നിട്ട് ഇന്ന് 4th ഡേ ആണ് കേട്ടോ. അപ്പം ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇന്ന് വേറെ പരിപാടികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എണീച്ചപ്പോൾ തന്നെ ചിണ്ട് നല്ല സ്വെറ്ററൊക്കെ ഇട്ട് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ റെഡിയായി വന്ന് കണ്ടപ്പോൾ തന്നെ അവൾ മേത്തേക്ക് ചാടി കയറി വരാനുള്ള മൂഡിലാണ് നിൽക്കണത്. നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തണുപ്പൊക്കെ ഉള്ള കാരണം ഇവിടെ നിന്ന് പോവാനേ തോന്നണില്ല. നല്ല സുഖമായിരുന്നു കേട്ടോ 4 ദിവസം. നല്ല അടിച്ച് പൊളിച്ച് നല്ല തണുപ്പും ക്ലൈമറ്റൊക്കെ സൂപ്പറാണ്. ഇവിടുത്തെ വെയിലും ചൂടൊന്നും ഇല്ലാത്ത കാരണം നല്ല ക്ലൈമറ്റാണ്. അങ്ങനെ ഞാനും റെഡി ആയിട്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ ചിണ്ടു ഇങ്ങനെ ജീൻസൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലേ? വയറൊക്കെ പിടിച്ച് പൊക്കുണ്ടായിരുന്നു മൂപ്പരാൾ. എന്താന്നൊക്കെ ആവോ. അങ്ങനെ നമ്മൾ ചിണ്ടിച്ച് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഫോൺ കണ്ടിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ അറ്റ് UP ആണ് കേട്ടോ. നമ്മളിന്ന് തിരിച്ചു പോകാൻ പോണ് ഗൈസ്. കാലത്തെ റോഡുകളൊക്കെ ഇവിടുത്തെ ഭയങ്കര അലമ്പായിട്ടിരിക്കും കേട്ടോ. ഫുള്ള് കച്ചറയും വേസ്റ്റൊക്കെ ആയിട്ട്. നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി കയറാൻ പോവാണ്. വൈകുന്നേരമാണ് ഇന്നലെ ട്രാഫിക്കും റഷൊക്കെ ആയിരിക്കും. കാലത്താണെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് അവസ്ഥ. നിറച്ച് പട്ടികളും അതും ഇതൊക്കെ വേസ്റ്റൊക്കെയാണ്. കണ്ടില്ലേ, നിറച്ച് വേസ്റ്റ്. പഴശ്ശിനിക്കടവ് പോയ പോലെ നിറച്ച് പട്ടികൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും വേസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ട് കേട്ടോ. നിറച്ച് പട്ടികളായിരിക്കും. അതിൻ്റെ വായന്നൊക്കെ വെള്ളം വന്ന് ഞാൻ കാലത്തെ സമയത്ത് ഉണ്ടാവും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലെത്തി നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഉള്ളിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു പാഴ്സൽ. അത് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ പുറത്ത് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച്. ഇനി ഇപ്പോഴൊന്നും ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറേ നേരം ഫാമിലി ആയിട്ട് അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുവിട്ടാ വെറുതെ റീൽസിലൊക്കെ ഇടാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സമയമായി. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാരണം സാധനങ്ങൾ മുമ്പിലിരുന്ന് ഓരോന്ന് കാണുമ്പോൾ വിശക്കില്ലേ. പക്ഷെ അവിടെ ഡബിൾ ട്രിപ്പിൾ റേറ്റ് ആണെന്നറിയാമല്ലോ. അപ്പോൾ ചിണ്ടുവിനൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കൊടുക്കായിരുന്നു കേട്ടോ. അവൾ നല്ല അടിയായിരുന്നു ബിസ്ക്കറ്റ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സമയമായി പ്ലെയിനിൽ. അപ്പോൾ നമ്മളിത് ആ പ്ലെയിൻ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ഹൈദരാബാദ് ടു ഇവിടേക്കാണ് പോണത്. ആദ്യം ഇവിടെ നിന്ന് ഹൈദരാബാദിൽ പോവും. അവിടെ നിന്ന് ഇറങ്ങില്ല, അവിടെ തന്നെ ഇരിക്കും. എന്നിട്ട് അവിടുത്തെ ആൾക്കാരെയും കയറ്റിയിട്ട് നേരെ കൊച്ചിയാണ്. അങ്ങനെയാണ് കണക്ഷൻ ഫ്ലൈറ്റാണ് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞതാ ഉള്ളിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. അപ്പം നമ്മളെ ചിണ്ടുമൊക്കെ ഉള്ളിൽ കയറി. നമ്മൾ ആദ്യമായിട്ടാട്ടോ ഈവനിങ് നൈറ്റ് ടൈം ഇങ്ങനെ ഫ്ലൈറ്റിലിരിക്കണം. നമ്മൾ നൈറ്റ് വിഷ്വൽ കണ്ടിട്ടില്ല ഇതുവരെ. കൂടുതലും മോർണിംഗ് ആണ് നമ്മൾ പ്ലെയിനിൽ യാത്ര ചെയ്തേക്കണം. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി ഉറങ്ങാനുള്ള മൂഡാക്കിയിട്ട് എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. സ്ലീപ്പിംഗ് മൂഡാക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട്. അമ്മയും നല്ല ഉറക്കത്തിലായിട്ടോ. ചിണ്ടു അതിൻ്റെ ഇടയിൽ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ചിണ്ടു ബേബി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. ഉറക്കം വരുന്നുണ്ടെങ്കിൽ അവൾ ഉറങ്ങില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇരുട്ടായ കാരണം ലൈറ്റുകൾ മാത്രം കാണുന്ന കാരണം നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മുടെ അമ്മ എണീച്ചു ചിണ്ടുവിൻ്റെ സൗണ്ട് കേട്ടിട്ട്. എന്നിട്ട് ചിണ്ടുവിനെ ഉറക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവൾ ഉറങ്ങണില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ ഫ്ലൈറ്റിൽ ഗൈസ്. നമ്മളങ്ങനെ കൊച്ചിയിലെത്തി. ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ചിണ്ടു നല്ല ഉഷാറായി. ചിണ്ടുവിന് കണ്ട എപ്പോഴത്തെ എക്സ്പ്രഷനാണ് കഷ്ടം വയ്ക്കൽ കേട്ടോ. കൈ കൊണ്ട് കഷ്ടം വയ്ക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്. ഇന്നാണ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീട്ടിൽ പോകണം. അപ്പോൾ എല്ലാവർക്കും ബൈ.